welcome back to our channel Dayo Fido Diaries. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് Would Not Be Better Part 2. Part 1 and ഇന്നത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാൻ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇന്ന് എൻ്റെ ആണ് ചെയ്യാന്. അപ്പോൾ ഞങ്ങള് ഇപ്പോൾ ഔട്ട്ഫിറ്റ് ഒക്കെ സെയിം ആയത് ഞങ്ങള് പാട്ട് വന്നിട്ട ദിവസം തന്നെയാണ് പാട്ട് 2 ഇട്ടേക്കണേ. പക്ഷെ ലോൺ ആവണ് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ വീഡിയോ വേറെ വേറെ ഇട്ടേക്കണ വിചാരിച്ചത്. അപ്പൊ നമ്മക്ക് ഇനി നേരെ വീട്ടിൽ അപ്പൊ ഗൈസ് നമ്മക്ക് ഇനി തുടങ്ങാം. അപ്പൊ ഞാൻ മൊബൈലിലാണ് ചോദ്യങ്ങൾ വെച്ചിട്ടാണ്. ആദ്യത്തെ ചോദ്യം ഇഷ്ടമുള്ളതാണ്. ഞാൻ മനപ്പുറം ആദ്യത്തെ ചോദ്യം ഞാൻ ചേച്ചി തന്ന പോലെ ബുദ്ധിമുട്ട് ചോദ്യങ്ങളൊന്നല്ല ഞാൻ തന്നിട്ടാണ്. അതിന് ഞാനെന്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഞാൻ സിമ്പിളാണ്. ആദ്യത്തെ ചോദ്യമല്ല സിമ്പിളുള്ള ചോദ്യമാണ്. കാണണ്ട. മൈ ഫേവറേറ്റ് കളർ. രണ്ട് കളർ പറയണം. ഒരു കളർ പറഞ്ഞാൽ മറ്റത് ഇഷ്ടമല്ലോ. രണ്ട് കളറും പറയണം. എൻ്റെ ഫേവറേറ്റ് കളർ രണ്ട് കളർ പറഞ്ഞാലേ മാറ്റുള്ളൂ. നെറ്റി തന്നെയാ ഞാൻ പറയാം. 3, 2, 1 0. റെഡും ലാവെൻഡറും ഏതിൻ്റെ ഒന്നും പറയാം. ഇതിപ്പോ 3 അന്നത് പറ്റില്ല. പറയട്ടെ തെറ്റോ? ലാവൻഡർ അല്ല. റെഡ് ശരിയാ. ലാവൻഡർ ചേച്ചിന്റെ. എൻ്റെ പർപ്പല ചേച്ചി തന്നെ പറയാറുണ്ട്. എന്നിട്ട് ചേച്ചിയെ പറയില്ല എൻ്റെ ലാവൻഡർ കളർ എടുത്താൻ പാടില്ല എന്ന് വന്നിട്ട്. എൻ്റെ പർപ്പല ലഡാണ് എൻ്റെ ഫേവറേറ്റ്. മുമ്പ് എനിക്ക് ലഡായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് പർപ്പലോട് ഇഷ്ടം വന്നു. എന്താ അറിയില്ല. മുമ്പത്തെ 12 ഞാൻ ലഡുന്നാവും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പം എനിക്ക് ലഡും പർപ്പലും ഇഷ്ടമാണ്. ചേച്ചിക്ക് ലാവൻഡറും പിണ്ട അല മാറ്റല്ല ഇല്ല. രണ്ടെണ്ണ ചളത്തല ഉരുമട്ട. നീ ലഡ് മാറ്റത് പറഞ്ഞല്ലോ. അതോടെ അലമാട്ട്. അപ്പൊ അലമാട്ട്. അപ്പൊ നമ്മക്ക് നട്ട ചോദ്യം പോവാ. തന്നെ പത്തിന്റെ നല്ലായിട്ട് അടിയാന്നതാ. ഓർമ്മിപ്പിച്ചത് നന്ദി. രണ്ടാമത്തെ ചോദ്യം. മൈ ഫേവറേറ്റ് കപ്പിൾ ഇൻ മൂവീസ്. സിനിമയിലൊക്കെ എനിക്കൊരു നന്ദി ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമാണ്. സിനിമയിൽ എനിക്കൊരു സിനിമയിൽ എനിക്ക് 2 ക്യാരക്ടറിൽ എനിക്ക് കപ്പലായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. കപ്പലായിട്ട് അവൻ്റെ ആ കോമ്പിനേഷൻ. യൂട്യൂബിലല്ലേ ഒന്നും പറയാൻ പറ്റുള്ളൂ. ഫേവറേറ്റ് മൂവി അല്ല. ഒരു മൂവിയില് ഒരു ഫേവറേറ്റ് കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമാണ്. അവരെ രണ്ടുപേരും ഒരു അഭിനയിച്ചാൽ എനിക്ക് അങ്ങനൊന്നുമില്ല. എനിക്ക് മൂവിട്ട് രണ്ടുപേരുണ്ട്. ഞാൻ തൊളവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയണം. എനിക്ക് രണ്ടുപേരുണ്ട്. ഒന്നും വന്നാലും ടോപ്പൊന്നുമില്ല. അറിയില്ലേ? ഇന്നില്ല. ഞാൻ ടൗൺ ടോണാണ് വിറ്റാൻ പോവാനേ. 3, 2, 1 അറിയില്ലേ? എനിക്ക് 2 പേരുണ്ട്. ഒന്നും ആദം ജോണിത്തെ പൃഥ്വിരാജും. ഞാൻ ഒരു മൂവിയിൽ ഇഷ്ടപ്പെട്ട അങ്ങനൊന്നും പറഞ്ഞില്ലേ. ഒരു മൂവിയിൽ ഉള്ള 2. പിന്നെ നസീയും നിവിൻ പോളി പറഞ്ഞാലും ടോപ്പില്ല. അതും ഇഷ്ടം.
അതെനിക്ക് ഇഷ്ടമാണ് നിന്നിട്ട് നല്ല ഇഷ്ടമായ പറ്റി അതെന്നെ നീ പറയാ ഫേവറേറ്റ് മൂവിയില് മറ്റേ ആദം ആദം ജോന്റെ ആ പാട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് പെട്ടുരാജ് അവളില്ലേ അവള് അത് ആ കോമ്പറ്റീഷൻ മൂവിയാണ് അവളെ ഫേവറേറ്റ് മൂവി പറയുമ്പോ ആ മൂവി ഫേവറേറ്റ് സോങ് പറയുമ്പോ ആ പാട്ട് അവൾ എടുക്കാറ് പക്ഷേ അതാണ് കൂടുതൽ ഇഷ്ടം ടപ്പേഴ്സ് പറഞ്ഞ മൂവീസിന് ടപ്പേഴ്സ് റിയൽ ലൈഫിൽ ഞാൻ പറഞ്ഞ അപ്പൊ ഇനി അല മാറ്റല്ല രണ്ട് ചോദ്യം തന്നിട്ടും അല മാറ്റിട്ടല്ലോ എനിക്ക് തിന്നിട്ട് അറിയുന്നല്ലേ പറ്റല്ല അപ്പൊ നമ്മട്ടിന് മൂന്നാമത്തെ ചോദ്യം ഇത് തിട്ടുവായിട്ടെന്ന് തോന്നുന്നു അറിയില്ല ഞാൻ സൈഡൂതിരെ എപ്പോഴും ഒരു സംഭവം പറയും തുന്നിതായിന്ന സമയത്ത് സൈഡ് ഇപ്പൊന്നുമില്ല ഒരു കുറച്ച് മുമ്പ് 5-6 പൂരി ഒരു വാക്കുണ്ട് അത് ഞാൻ പൂരി പറയും ചേച്ചിനും എല്ലാം ഉണ്ട് അപ്പൻ്റെ അമ്മേൻ്റെ എല്ലാം ഉണ്ട് മുമ്പിൽ പറയും പക്ഷെ അപ്പൻ്റെ അമ്മേൻ്റെ മുമ്പിൽ അണ്ണന് പറയാറില്ല നിന്നോടാണ് കൂടുതൽ പറയാനുള്ളത് ഒരു വാട്ട് എന്ത് ചെയ്യാത്ത ഒരു വാട്ട് എപ്പോഴും നിന്നോട് പറയും മുമ്പ് ഇപ്പൊ ഞാൻ പറയാറില്ല മുമ്പ് ആ വാട്ട് എപ്പോഴും നിന്നോട് പറയും അപ്പം നീ മുമ്പത്തെ എന്നോട് പറയാറുണ്ടല്ലോ ഞാൻ മുമ്പ് എപ്പോഴും പറയാറുണ്ട് അവിടെ എപ്പോഴും പറയാനുള്ള സംഭവ തെറ്റും എന്നിട്ട് തന്നെ ഐശ്വര്യ വരെ ചോദിച്ചു ഞാൻ പറയാം 3, 2, 1 പറ നീ എന്നെ പറഞ്ഞ ഞാൻ നിന്നെ മറക്കില്ല യൂക്കപ്പന്ന് സുശേഷം ഓർത്തോട്ട് പറയുക ഞാൻ പറയില്ല പന്നെടുക്ക് അവൾക്ക് പന്നെടുക്ക് ഇപ്പഴല്ല പണ്ടല്ല ശരി കുട്ടിയായുള്ള സമയത്ത് ഞാൻ വാക്യം പറയും ചേച്ചിയോ എല്ലാവരോടും കൂടി പക്ഷെ മെയിനായിട്ട് ചേച്ചിയോടാണ് പറയാ നീ എന്നെ മറന്നാല് ഞാൻ നിന്നെ മറത്തില്ല ലൂട്ട പറഞ്ഞ സുശേഷം ഒട്ട് പറയുക ബൈബിളിയൊന്നും ഞാൻ ഉണ്ടാക്കി പറഞ്ഞ സംഭവമാണ് അത് ഞാൻ എപ്പോഴും മുമ്പ് ഇപ്പൊ ഞാൻ പറയാറില്ല മുമ്പ് ഞാൻ പറയാറുണ്ട് പിന്നെ ഇതല്ലേ പറയില്ല ഓമ്മ ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഇതാണ് മനസ്സിൽ ഞാൻ എപ്പോഴും ചേച്ചോട് പറയാനുള്ള സംഭവം അയ്യോ നേരത്തെ അതി ഞാൻ തന്നില്ല ഫേവറേറ്റ് മൂവി അതി ഇതിലല്ല നേരത്തെ ഫേവറേറ്റ് കപ്പേഴ്സിന്റെ മൂവീസ് അത് ചേച്ചി പറഞ്ഞില്ല അതിന്റെ അടിയാണ് 1.5 പോയിന്റ് ഇനി എൻ്റെ അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യം അത് സിമ്പിളാവും and my favorite subject ഒന്നും പറയാൻ പറ്റുമല്ലോ അയ്യോ ഇതിലില്ല ഒന്നും പറയാനും T 2 1 തെറ്റ് ബയോളജി അന്നലെ ഒന്നും പറയണം തെറ്റിപ്പോയി അറിയാലോ ബയോളജി എനിക്ക് മാത്സ് പക്ഷെ ബയോളജി ചോദ്യം എനിക്ക് മാറ്റിണ്ട് നീ അടിച്ചപ്പോ എനിക്ക് ബയോളജിയാണ് ഇഷ്ടം മാത്സ് ഇഷ്ടമാണ് പക്ഷെ ഒന്നും ചൂസ് ചെയ്യുമ്പോ ബയോളജി എനിക്ക് മാത്സ് ഇഷ്ടമാണ് പക്ഷെ ഒന്നും ചൂസ് ചെയ്യുമ്പോ ബയോളജിയാണ് ഇഷ്ടം എനിക്ക് ബയോളജിയാണ് ഇഷ്ടം അപ്പൊ എന്നെ നീ പറയാത്ത മാത്സ് ഇഷ്ടമാണ് ബയോളജി ഇഷ്ടമാണ് പിന്നെ അതുകൊണ്ട് ഞാൻ ഒന്നെ പഠിപ്പിച്ച ഒന്നാം പഠിപ്പിച്ച എന്തായാലും മാറ്റിയിട്ടുണ്ട് പോകുന്ന അറിയാം രണ്ടാം പറഞ്ഞ ചേച്ചിട്ട് മാറ്റിയിട്ടുന്ന് അറിയാം അതുകൊണ്ടാണ് ഒന്നാം പഠിപ്പിച്ച എൻ്റെ ബുദ്ധിന് ഇപ്പൊ 1.5 മാറ്റം ഒന്നിപ്പിച്ചോളോ മൈ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്
ഞാനിട്ടൊരു ഔട്ട്ഫിറ്റ് ഏതാണ് കൂടുതൽ ആ ഔട്ട്ഫിറ്റ് ഇട്ടാൽ ആ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയി എനിക്ക് തോന്നുന്നത് അമ്മിട്ട് നിന്നിട്ടൊന്നുമല്ല എനിക്ക് തോന്നുന്നത് ഏത് ഔട്ട്ഫിറ്റ് ഇട്ടാലാണ് ജീൻസും ഷർട്ടും അതാണ് തോന്നുന്നു പറയാം മതിയേ എനിക്ക് എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒട്ട് ഉണ്ട് ഇട്ടാ അതൊട്ട് പറയണം ആ ഓഫീസിൽ തന്നെ തോല ഉണ്ടാവുള്ളോ ഇന്നലെ തോല ജീൻസിൽ തന്നെ തോല ജീൻസ് അങ്ങനത്തെ തോല ഇതുണ്ടാവും ബാഗി ജീൻസും ഞാൻ പറയട്ടെ 3, 2, 1 ഡോ ബാഗി ജീൻസും അതുണ്ട് പിന്നെ ടീഷർട്ട് ഒന്നല്ല ഷർട്ട് തോന്നുന്നു ടീഷർട്ട് ഒന്നും അവിടെ ഇടാറില്ല ഉളപ്പ ബാഗി ജീൻസും ഷർട്ടും അലം മാത്രല്ല എനിക്ക് ബാഗിൻസ് ഇടാൻ ഇഷ്ടം പക്ഷെ ടീഷർട്ട് എനിക്ക് ഇഷ്ടമില്ല ടീഷർട്ടിനല്ല ഞാൻ പറഞ്ഞ ഷർട്ട് ഷർട്ട് എനിക്ക് ഇഷ്ടമില്ല സോറി ഷർട്ട് എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ടോപ്പാണ് ഇഷ്ടം ഷർട്ട് ഇഷ്ടമില്ല റൈസ് ഷർട്ട് ഇഷ്ടമില്ല തന്നെയാണ് ഇപ്പം ഇട്ടുന്ന ഷർട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിടാറില്ല പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞ ഷർട്ടോട് എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ഇങ്ങനെ ടോപ്പില്ല ഫുൾ ടൈ ഉള്ള ടോപ്പ് അന്നത്തെ ടോപ്പ് ഇപ്പൊ ഞങ്ങളൊക്കെ പറയാണ്ട് ഇവർക്ക് ജീൻസ് ഷർട്ടൊക്കെ നല്ല എനിക്ക് ജീൻസ് ബാഗി ജീൻസ് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ ടോപ്പ് അന്നത്തെ ടോപ്പ് ഇടലൊട്ടില്ല അന്നാണ് ഇതാ ഇഷ്ടം ഷർട്ട് എനിക്ക് ഇഷ്ടമില്ല പൊടിവേ അപ്പോൾ അത് മാറ്റി കൊടുത്തനാ തല മാറ്റിട്ടാണ് അപ്പൊ നേരത്തെ തല മാറ്റപ്പ രണ്ട് മാറ്റുള്ളൂ അപ്പൊ 4 ചോദ്യം തന്നെ 5 ചോദ്യം തന്നിട്ട് 4 മാറ്റ 2 മാറ്റം കിട്ടിയിട്ടുള്ളൂ എന്തല്ല സിമ്പിളല്ലേ അത് പോലും പറയാൻ പറ്റില്ല ഇനി അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യം മൈ 10th പെർസെൻറ്റേജ് എൻ്റെ 10ാം ക്ലാസ്സിലത്തെ പെർസെൻറ്റേജ് അതറിയാം 95% ശരിയാ ഈ അടി നേരത്തെ ഓഫീസ് ശരി ഓഫീസ് പണില്ലേ ചില മറന്ന് പോവാ സബ്ജക്റ്റിനാ തന്നില്ലേ നീ ഓർമ്മിപ്പിക്കണം അപ്പൊ ഞാൻ അത് താത്തി തന്നില്ല അപ്പൊ 95 ആണ് അപ്പൊ അത് ശരിയാണ് അപ്പൊ 3 പോയിന്റ് ആ ചേച്ചി 7 പോയിന്റ് അട്ടിട്ട് ഞാൻ 7 പോയിന്റാണ് മനസ്സിലാക്കി മൈ ഫേവറേറ്റ് ഡേ എനിക്ക് മുമ്പൊട്ട് ആ ടീം എപ്പോഴും തളിക്കാണ്ട് നീ എപ്പോഴും എന്നെ വൈറ്റ് പടി മാറി ഏതാണെന്നും പറയാൻ പറ്റില്ല 3, 2, 1 അടപ്പാ അത് പറയണ്ടേ ഇനി വൈറ്റ് പറയുന്നത് അത് ഇഷ്ടമാണ് പക്ഷെ ഞാനാണ് തളിക്കുന്നത് 4 പോയിന്റ് ഇനി അടുത്തത് എൻ്റെ 8 പോയിന്റ് ഇപ്പൊ 8 പോയിന്റ് എനിക്ക് 4 പോയിന്റ് കിട്ടിയ എന്നെ 8ാമത്തെ ചോദ്യം മൈ ഫേവറേറ്റ് ഫുഡ് തുരിമന്തി ബിരിയാണിയും അന്നത്തെ സംഭവമല്ല ഒരു വെറൈറ്റി ഫുഡാണ് അപ്പൊ ചൈനീസ് അതും അത് ഓപ്ഷൻ അല്ല ചൈനീസ് 3, 2, 1 അമേരിക്കൻ ജോബ്സി അതവർക്ക് ഇഷ്ടം കുഴിമന്തി കഴിഞ്ഞ അമേരിക്കൻ ജോബ്സി അവർക്ക് അതായത് ചൈനീസ് ചൈനീസ് ഫുഡ് അത് അമേരിക്കൻ അതുകൊണ്ട് ഞാൻ ചോദ്യത്തില് മൈ ഫേവറേറ്റ് ചൈനീസ് ഫുഡാണ് ATMS ചൈനീസ് ഞാൻ പറയാത്തോണ്ട് അത് പറഞ്ഞ ചേച്ചി പെട്ടെന്ന് തിട്ടും അതുകൊണ്ട് ഇത് തുരിമന്തിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് തുരിമന്തി ബിരിയാണി അല്ലാണ്ട് ഞാൻ പറഞ്ഞ അതെനിക്ക്
ഇനി അടുത്തത് ഇപ്പൊ എത്തിട്ട് പോയിന്റ് 5 പോയിന്റ് കിട്ടിയ ഞാനല്ല ഇന്നിട്ടൊരു ഇനി 9ാമത്തെ ചോദ്യം മൈ ടാലന്റ് ഫേവറേറ്റ് സോങ് എൻ്റെ ടാലന്റ് ഫേവറേറ്റ് സോങ് ഞാൻ ഇപ്പൊ ഏത് പാട്ടാണ് വന്നാൽ നമ്മൾ അട്ടിട്ടുള്ളൂ അല്ല ഞാൻ തിരിച്ചും അന്നത്തെ പാട്ട് ഈ ലോകം നമ്മൾ ലോകം രണ്ടാണ് അന്നെന്തോ പാടെങ്കിൽ തിരിച്ചറിയില്ല ശരിയാ ലോകം രണ്ടാണ് തിരിയെ തട്ട തിരിയെ തൊഞ്ചിവരെ ഇപ്പൊ എൻ്റെ ഫേവറേറ്റ് സോങ് ഇതല്ല പക്ഷെ ഇപ്പൊ ടാലന്റിൽ പിന്നെ ഈ സോണോട് ഇഷ്ടം ഇന്നും കൂടി പറഞ്ഞാലോ അതുകൊണ്ടാണ് ഞാൻ ഓർത്തത് ഞാള് വിചാരിച്ചിട്ട് ഇട്ടില്ല ഞാളെ ഫേവറേറ്റ് സോൺ ആ ഫേവറേറ്റ് സോൺ ചേച്ചിട്ട് ഇട്ടുന്നിട്ട് അറിയാൻ എപ്പോഴും പറയാനുള്ളത് അതുകൊണ്ടാണ് ആ ടാലന്റ് ഫേവറേറ്റ് ചോദിച്ചത് പക്ഷെ അതറിയാം പലവും ഉണ്ട് തുട്ടിട്ട് പാല് പോയിന്റ് ഞാൻ അടുത്തത് 10ാമത്തെ ചോദ്യം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മൂവി കണ്ടു ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മൂവി തളന്നാണ് എന്നോട് പറയുന്നുണ്ട് അതാരാ ബിനീഷിലാണ് പറഞ്ഞാൽ മതി അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലാളൊട്ട് ഉണ്ടെന്നെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഡീറ്റെയിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ട് അറിയാം അവളെന്തോ ഒരു കുട്ടീന്റെ പടാന്ന് എന്തോ പറയുന്നു കുട്ടീന്റെ പടാന്ന് എനിക്ക് അറിയില്ല സിനിമയുടെ പേര് അറിയില്ല അറിയാത്തോണ്ട് എനിക്ക് അറിയാം അത് ഏതാന്ന് അവള് പറഞ്ഞു ആ സിനിമ നടന്റെ പേര് പറയൂ അത് ഞാൻ പറഞ്ഞത് അതേ അറിയില്ല മാറ്റി പേരറിയില്ല മാറ്റി കൊടുത്തനാ കുട്ടീന്റെ പടാന്ന് പറഞ്ഞില്ലേ ഒരു തുട്ടിന്റെയും ഒരു അച്ഛൻ്റെ പടാണ് ചെറ്റി പറഞ്ഞിട്ടും പേരറിയില്ല പേരറിയാം പക്ഷെ എനിക്ക് പെട്ടെന്ന് അറിയില്ല ഒരു മറ്റേ വിട്ടം സാറില്ലേ സിനിമ വിട്ടമും പിന്നെ ഒരു മറ്റേ തുട്ടിൻ്റെ ഒരു അബീസ ഒരു അച്ഛൻ്റെയും ഒരു ആ വിട്ടം ഒരു മന്ദപുരി അച്ഛൻ എന്നിട്ടൊരു പടമാണ് അത് കണ്ടിട്ട് ഞാൻ ഒരുപാട് ആ ചിരിയിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരാൻ തോന്നുന്നു അതാണ് ആ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട മൂവി കണ്ടിട്ട് അതല്ല മാത്രം വേണ്ട അല്ല തിരുമട്ട എന്റെ വിറ്റമിൻ ചാണ്ട പടാ അപ്പൊ പെട്ടെന്ന് ചൂടി 10 ചോദ്യനുണ്ട് തന്നെ മൈ ടാലന്റ് ഫേവറേറ്റ് തിങ് ടു ഡു എനിക്കിപ്പോ റീസെന്റിലായിട്ട് ഇത് ചെയ്യാൻ ആദരവുള്ളത് എനിക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ മോഡമാണ് അത് ഞാനല്ല അതും ഞാൻ പറയില്ല ഇപ്പൊ മൈ ടാലന്റ് ഫേവറേറ്റ് തിങ് ടു ഡു എനിക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചെയ്യാനും തോന്നി ചെയ്തിട്ടുണ്ട് മുമ്പോട്ട് ചെയ്തിട്ടുണ്ട് പിന്നോട്ട് നിൽക്കുന്നുണ്ട് നേടാൻ പറ്റില്ല ഇപ്പോഴും ചെയ്യുന്നുണ്ട് മുമ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് തീ ടു ഒളിപ്പിച്ചോ തീ ക്ഷമില്ല ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല ക്ഷമില്ല എന്നെ ഓർപ്പിട്ട് 3 2 1 പിന്നെ
ഇപ്പൊ ഞാൻ പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഡൈവിങ്. പിന്നെ നീ പറഞ്ഞില്ലേ ഡൈവിനാണ് ഓട്ടുന്നില്ലല്ലോ വണ്ടി. ആദരുണ്ട് പക്ഷെ ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചെയ്തതല്ലോ. അപ്പഴേ ഞാൻ ഡോയിനിക്ക് കടന്ന. പിന്നെ നീ ആദ്യം ഇങ്ങനെ പറഞ്ഞ എനിക്കിപ്പോ അത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അതായിരിക്കുന്നു. പിന്നെ നീ പറഞ്ഞു എന്താ അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇതിലേക്ക് വന്നു. ആ ഒരു പോയിന്റ് ഞാൻ എടുത്ത് കഴിച്ചു. എനിക്ക് കുഴപ്പമില്ല. പോയിന്റ് കിട്ടിയ അപ്പൊ 7 പോയിന്റ് വാങ്ങി. എനിക്ക് കുഴപ്പമില്ല. ഞാൻ അവിടെ വെട്ടിച്ചു. നിനക്ക് 7 ഉണ്ടായുള്ള ഞാൻ വെട്ടിച്ചു. ഇനി എനിക്ക് കുഴപ്പമില്ല. നീ തെറ്റിയാലും ഇനി ഒരു പോയിന്റ് ഉള്ളു. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ ഉള്ളു. ഇനി അടുത്തത് ഇന്നൊരു ചോദ്യമല്ലോ. സൈഡ് വീട്ടിൽ പണ്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് ശരി വിട്ടായപ്പോ ഒരു ആക്സിഡന്റ് അതേതാ? അതെനിക്കറിയാം. ഇത് പണ്ട് ഏറ്റവും പണ്ട് ഒരു ആക്സിഡന്റ്. ഇതാണോ? 3, 2, 1 പറ. അതായത് ഡൈനിങ് ടേബിളിൽ രണ്ടുപേരും ഓടി കളിക്കുന്നു. ചെറുപ്പത്തില് ഓടി കളിച്ചിട്ട് ഇവർക്ക് ഇവിടെ അല്ലല്ലോ, ഇവിടെ ഒരു മാക്കുണ്ട് ഉണ്ടാ. ഇവിടെ കൊച്ചു നെറ്റി പോയില്ലേ, ഇവിടെ പൊട്ടിട്ട് കട്ട ചോളൊക്കെ വന്നിട്ട്. അതെന്താണ് ഡൈനിങ് ടേബിളിന് ഓടിയിരിക്കുന്നു. ഞാൻ ശരി വിട്ടിരുന്നു. അപ്പനും അമ്മയും എല്ലാവരും പുറത്ത് വർത്താനം പറയുന്നു. അപ്പൊ ഞാൻ എന്താ ശരിയും ചേച്ചി ഏരിയിലൊട്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ തടിക്കുന്നു, ഓടി അടിക്കുന്നു. അപ്പൊ ഞാൻ വീണു. അപ്പൊ എന്റെ ഇവിടുത്തെ തുളസി നെറ്റി ഉണ്ടല്ലോ. നെറ്റിയല്ല, അത് ഇവിടെ ഇട്ട് ഇവിടെ കാണുന്നുണ്ടോ നിനക്ക്? ഇതെന്താ ഇവിടെ ഒരു വെള്ളപ്പാണ്ട് പോലെ കാണുന്നുണ്ടോ? അവൻ നന്നായിട്ട് ചോള കണ്ട് ഞാൻ പേടിച്ചു പോയി. നല്ല ചോള. പക്ഷെ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. അപ്പൻ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ വെള്ളത്തോടൊക്കെ തൈര് ബോധം കെട്ട ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ബോധം കെട്ടില്ല. ഇങ്ങനെ നന്നായി ചോലയിരുന്നു. അതെന്താ അത് ഒരു തീരെ ഞാൻ മറത്തില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എട്ടര ഞാൻ 8 പേര് പറഞ്ഞു. പക്ഷെ എനിക്ക് 8 1.5 മാർക്കിന്റെ ഡിഫറൻസ് അല്ലേ? സാരില്ല. എനിക്കാണ് നിന്നെ ഏറ്റവും കൂടെ അറിയാണ്. സിമ്പിളുള്ള കണ്ടിട്ടാ ഫേവറേറ്റ്. എന്താ ഫേവറേറ്റ് ഫുഡ്? ചൈനീസ് ഫുഡ് അതിൻ്റെ അറിയാം. പിന്നെ ഫേവറേറ്റ് തിന്ന് ഡോയിനാണ് അറിയാം. പക്ഷെ നീ കുറച്ച് ടഫായിട്ട് എനിക്ക് തന്ന്. അതുകൊണ്ടല്ലെങ്കിൽ ഞാൻ മറന്നു പോണ അസുഖം ഉണ്ടല്ലോ. സിമ്പിളായിട്ട് തന്നതാ. അപ്പൊ ഈ ഒരു ബെറ്റർ ചാലഞ്ചിൽ ജയിച്ചിരിക്കുന്നത് കണക്കാക്കപ്പെടുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മ കുറച്ച് ഫണ്ണി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചേക്കണേ. നിങ്ങൾക്കും പോരടിക്കാൻ പാടില്ലല്ലോ അല്ലേ? അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പാർട്ട് 1ഉം പാർട്ട് 2 എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓരോന്ന് അമർത്തിയാലാണ് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുള്ളൂ. ചേച്ചിയുടെ പാട്ടൊന്നും നിങ്ങൾക്ക് എത്തണം ഗൈസ്. എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ആ ചുമന്ന ഒന്ന് തൊട്ടാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.
പിന്നെ വലിയ വലിയ നമ്മള് പല വീഡിയോസ് വീഡിയോസ് പാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എത്തോന്ന് അറിയില്ല. അതൊക്കെ പറ്റും. ചലഞ്ച് വീഡിയോ പാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പാൻ ചെയ്തിട്ട് ചേച്ചി മാത്രമേ പാൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ പാൻ ചെയ്തിട്ടില്ല. വെറുതെ പറയാണേ, വെറുതെ പറയാണ്. ഞാൻ പാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പുതിയ ചാലഞ്ച് ആയിട്ട് ചെയ്യണ്ട. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരും. അതുവരെയും ബൈ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാനാ ജയിച്ചത്.